കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രി ക്യാന്റീനിൽ നിന്നും വാങ്ങിയ ബിരിയാണിയിൽ പുഴു. ചികിത്സയിൽ കഴിയുന്ന പുഞ്ചവയൽ സ്വദേശി വാങ്ങിയ ബിരിയാണിയിലാണ് പുഴുവിനെ കണ്ടത്. ആരോഗ്യവകുപ്പിന്റെ പരിശോധനയ്ക്ക് പിന്നാലെ ക്യാന്റീൻ അടച്ചുപൂട്ടി. ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ആശുപത്രികളെ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി ക്യാന്റീനിൽ നിന്നും 3 ബിരിയാണി മേടിച്ച് അതിൽ 2 ബിരിയാണി ഓപ്പൺ ചെയ്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ബിരിയാണിക്കകത്തുനിന്ന്, അതായത് ബിരിയാണിയുടെ ചിക്കൻ ബിരിയാണിയാണ്, ചിക്കനകത്തുനിന്ന് പുഴു എനിക്ക് കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സൂപ്രണ്ടിന് ഉൾപ്പെടെ പരാതി കൊടുക്കുകയും ഇവിടെ ഗൾഫുകാരെ ഉൾപ്പെടെ അറിയിക്കുകയും ഗൾഫുകാർ വന്ന് ഇപ്പം അതിൻ്റെ വേണ്ട നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നിരന്തരമായിട്ട് ഇവിടെ ഫുഡിലെ നിരന്തരമായിട്ട് ആൾക്കാർക്ക് പരാതി പറയുന്നുണ്ട്. എങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു ഗുണ്ടായുധം പോലെയാണ് ഇതിന്റെ നടത്തിപ്പുകാരും ഇവിടുത്തെ സ്റ്റാഫുകളും രോഗികളോട് ഉച്ചഭക്ഷണം കഴിക്കുന്നതിന്. വിവരങ്ങളുമായി ഭദ്ര ചന്ദ്രനുണ്ട്. ഭദ്ര, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? അതേസമയം മറ്റാരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? വൃന്ദ, ഇന്ന് ഉച്ചയ്ക്ക് ആയിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കോട്ടയം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ ക്യാൻറ്റീനിൽ നിന്ന് ബിരിയാണി മേടിച്ച പുഞ്ചവയൽ സ്വദേശിയായിട്ടുള്ള ലീലാമ്മ, അവർക്കാണ് ഈ ബിരിയാണിയിൽ നിന്ന് ആദ്യം പുഴുവിനെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെ അവർ ആശുപത്രി സൂപ്രണ്ടിനെ വിവരം അറിയിച്ചു, പരാതി നൽകുന്നൊരു സാഹചര്യമുണ്ടായി. മാത്രമല്ല ആരോഗ്യ വിഭാഗത്തിന് വിവരം അറിയിച്ചു. അതിനുശേഷം ആരോഗ്യ വിഭാഗം അധികൃതർ ആശുപത്രി ക്യാൻറ്റീനിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അതായത് ബിരിയാണിയുടെ മറ്റ് ഭാഗങ്ങളിലും പലയിടത്തും പുഴുക്കൾ ഉള്ള ഒരു രീതിയിൽ കാണപ്പെട്ടത്. മാത്രമല്ല ഈ ക്യാൻറ്റീൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത്രത്തോളം വൃത്തിഹീനമായിരുന്നു എന്നും ആരോഗ്യവകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ആശുപത്രിയുടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മുറിക്ക് ഏകദേശം 2 മീറ്റർ മാത്രം ദൂരെയാണ് ഈ ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നത്. അത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പുഞ്ചവയൽ സ്വദേശികൾ പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഈ ക്യാൻറ്റീൻ അടച്ചു പൂട്ടിയിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നിരവധി പേര് ഇത്തരത്തിൽ പരാതികളുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട് എന്ന് നമുക്ക് ചില പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഹരിത. ശരി, ഭദ്രയാണ് വിവരങ്ങൾ നൽകിയത്.